ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, MS അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BEd MAd UGC നെറ്റ് ആൻഡ് സെറ്റ് എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ഏരിയ ആയിട്ടുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ്. അപ്പം എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും ചോദിക്കുന്ന ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു സ്പെഷ്യൽ സീരീസ് ഓഫ് എഡിഷൻ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം വലിയൊരു ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഉപകാരപ്രദമാകുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്കപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ടീച്ചിങ്ങിനെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ TTC പഠിക്കുന്നവർ ഒക്കെ ഉണ്ടാവും നമ്മുടെ ഒരു കൂട്ടത്തിലല്ലേ. അപ്പം ടീച്ചിങ്ങിനെ കുറിച്ച് ബേസിക്സ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്തായാലും അറിഞ്ഞു വെക്കണം. സോ നേച്ചർ, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ്, എന്തൊക്കെ പ്രത്യേകതകളും മീനിങ് ഒക്കെയാണ് ടീച്ചിങ്ങിന് വരാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഇതൊരു സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ട്രാൻസ്മിറ്റിംഗ് നോളജ്, സ്കിൽസ് ആൻഡ് വാല്യൂസ്, അറിവും കഴിവും മൂല്യങ്ങളുമെല്ലാം മറ്റൊരാളുകളിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു മഹത്തായിട്ടുള്ളൊരു പ്രോസസ്സാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഒരു സിസ്റ്റമാറ്റിക്കായി നടക്കുന്ന ഒരു പ്രോസസ്സാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഇതുകൂടായിട്ട് പലരും പല ഡെഫിനിഷൻസ്, മോറിസണും ഹെർബർട്ടും ഗേജ് അങ്ങനെ ഒരുപാട് സയൻറ്റിസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ബേസിലുള്ള ഡെഫിനിഷൻസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് ഒരുപാട് ബുക്ക് റെഫർ ചെയ്ത് പഠിച്ചാൽ കുറച്ചും കൂടി കിട്ടാവുന്നതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെഫിനിഷൻസുകൾ. ഇനി ടീച്ചിങ് വെച്ചാൽ ബോത്ത് ആർട്ട് ആൻഡ് സയൻസ്. ആർട്ടാണ്, സയൻസാണ്. ആർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, നമ്മുടെ ഒരു ടീച്ചർക്ക് എപ്പോഴും നോളജ് മാത്രമല്ല നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതേപോലെ തന്നെ കോർഡിനേഷൻ, ലീഡർഷിപ്പ്, പ്രസൻറ്റേഷൻ സ്കിൽസാണ്, ഒരുപാട് സ്കിൽസുകൾ ഉണ്ടായിരിക്കണം. അറ്റ് ദ സെയിം ടൈം സയൻസ് എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് ആയിട്ടുള്ള ടൂൾസ്, പ്രിൻസിപ്പിൾസ് എല്ലാം നമുക്ക് ടീച്ചിങ്ങിൽ അപ്ലിക്കബിൾ ആണ്. ഇറ്റ് ഇൻവോൾവ്സ് പ്ലാനിങ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് എവാലുവേഷൻ. ഒരു നല്ല ടീച്ചിങ് എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് അവിടെ ഉണ്ടായിരിക്കണം. പ്ലാനിങ് മാത്രം ഉണ്ടായിരുന്ന ഒരു കാര്യമില്ല, കമ്മ്യൂണിക്കേഷൻ, നല്ല പ്രോപ്പർ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ അവിടെ പോസിബിൾ ആയിരിക്കണം. ആൻഡ് ഇവാലുവേഷൻ, കാര്യങ്ങൾ പ്രോപ്പറായി ഇവാലുവേറ്റ് ചെയ്തിരിക്കണം. സോ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ. ഇനി ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ടീച്ചിങ് ഹെൽപ്സ് ബിഹേവിയറൽ ചേഞ്ചസിന് ടീച്ചിങ് നമ്മൾ സഹായിക്കുന്നുണ്ട്. ദെൻ ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ്, സ്വന്തമായി തിങ്ക് ചെയ്യാനുള്ളൊരു കഴിവുണ്ടാക്കിയെടുക്കുന്നു. ക്രിറ്റിക്കൽ ആൻഡ് ക്രിയേറ്റീവ് എബിലിറ്റി, ക്രിറ്റിക്കലായിട്ടും ക്രിയേറ്റീവായിട്ടുമുള്ളൊരു എബിലിറ്റീസ് അവിടെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഇനി എന്തൊക്കെയായിരിക്കാം ഒരു ടീച്ചിങ്ങിൻ്റെ പ്രത്യേകതകൾ? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ് അതൊരു ഇൻറ്ററാക്റ്റീവ് ആണ്. ഇൻറ്ററാക്റ്റീവ് എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, അതൊരു മോണോലോഗ് ആയിരിക്കില്ല, ഡയലോഗ് ഫോമിലുള്ള രണ്ട് വ്യക്തികൾ മുഖേന നടത്തുന്ന ഒന്നാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഗോൾ ഓറിയൻറ്റഡ് ആയിരിക്കാം, ഒരു ലക്ഷ്യമുണ്ടായിരിക്കാം, ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്താൻ സഹായിക്കുന്ന ഒരു പ്രോസസ്സ് കൂടി, നമ്മുടെ ലൈഫിലേക്ക് ഒരു ഗോൾ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ്, സിറ്റുവേഷൻസിനനുസരിച്ചിട്ട് എപ്പോഴും ചേഞ്ചിങ് ആയിരിക്കാം. ആൻഡ് കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡൻറ്റ്, സാഹചര്യം അനുസരിച്ചിട്ട് നമുക്ക് അതിനനുസൃതമായിട്ട് ചേഞ്ചസുകൾ, മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റുന്ന ഒന്നുകൂടിയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഇനി ടീച്ചിങ്ങിനെ 3 രീതിയിൽ നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർമൽ ടീച്ചിങ് ഉണ്ട്, ഇൻഫോർമൽ ടീച്ചിങ് ഉണ്ട്, ആൻഡ് നോൺ ഫോർമൽ ടീച്ചിങ് ഉണ്ട്. ഫോർമൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്റ്റാൻഡേർഡ് മുഖേന ഒരു സ്കൂൾ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെയാണ് ഫോർമലിൽ ഇൻവോൾവ് ചെയ്യുക. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുകൾ. നോൺ ഫോർമൽ എന്ന് പറഞ്ഞാൽ ഇൻഫോർമലിൻ്റെ ഏകദേശം സെയിം, നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സിനൊക്കെ കിട്ടുന്ന അറിവുകൾ. ഇനി ലെവൽസ് പഠിക്കണം. മൊത്തം നമുക്ക് 3 ലെവൽസാണ്, MUL, ഈ രീതിയിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഒരു കോഡാണ്, എമ്മിൻ്റെ കോഡാണ് HMH. അപ്പോൾ MUL എന്ന് പറഞ്ഞതാണ് നമ്മുടെ ടീച്ചിങ്ങിൻ്റെ കോഡ്. 3 ലെവൽസ് ഓഫ് ടീച്ചിങ് ആണുള്ളത്. മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ആൻഡ് റിഫ്ലെക്റ്റീവ് ലെവൽ. ഇനി MULൻ്റെ കോഡാണ് HMH പറഞ്ഞാൽ മെമ്മറി ലെവൽ കൊണ്ടുവന്ന പ്രൊപ്പോണൻ്റ് ആണ് ഹെർബർട്ട്, അതാണ് MH. ദെൻ UM എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ അതായത് അണ്ടർസ്റ്റാൻഡിങ് ലെവലിൻ്റെ പ്രൊപ്പോണൻ്റ് ആണ് മോറിസൺ. ദെൻ നിങ്ങളുടെ റിഫ്ലെക്റ്റീവ് ആണ് ഇവിടെ,
റിഫ്ലക്റ്റീവ് ലെവലിൽ എച്ച് ഹണ്ട്. അപ്പം ഓരോരുത്തർ MUR എന്ന് പറഞ്ഞാൽ മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, റിഫ്ലക്റ്റീവ് ലെവലും. അത് കൊണ്ടുവന്ന വ്യക്തികളുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് ആ കോഡ് HMH. ഓക്കെ, ഇനി ഇത് ഇങ്ങനെ 3 ലെവൽസായിട്ട് അവർ തിരിക്കാനുള്ള മെയിൻ കാരണം ലേണറുടെ ഇൻവോൾവ്മെൻറ്റും കുട്ടികൾ പഠിക്കുന്നതിൽ എത്ര ഇൻവോൾവ്മെൻറ്റ് വരുന്നുണ്ട്, ടീച്ചറുടെ റോൾ എങ്ങനെയാണ്, അതിൻ്റെ ബേസിലൊക്കെയാണ് നമ്മൾ ഈ ഒരു ലെവൽസ് ഓഫ് ലേണിങ്ങിന് നമ്മൾ ഒരു ഹയറാർക്കി മുഖേന നമ്മൾ എന്ത് ചെയ്തത്, സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഒരു ഹയറാർക്കി നോക്കുകയാണെങ്കിൽ ആദ്യം വരുന്നത് മെമ്മറി ലെവലായിട്ടായിരിക്കുന്നു, പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം, പിന്നെ റിഫ്ലക്റ്റീവ് ലെവലായിരിക്കും. ഇതാണ് ഒരു മെയിനായിട്ട് ലെവൽസ് ഓഫ് ടീച്ചിങ്ങിൽ വരുന്നത്. അപ്പം ലേണറുടെ ഇൻവോൾവ്മെൻറ്റും ടീച്ചറിൻ്റെ റോളും, എത്ര ലേണേഴ്സ് എങ്ങനെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, ടീച്ചറുടെ റോളുകൾ എങ്ങനെയൊക്കെയാണ് ഈ ലെവൽസ് ഓഫ് ടീച്ചിങ്ങിൽ നമുക്കറിയണം. അപ്പോൾ ആദ്യത്തേതാണ് മെമ്മറി ലെവൽ. ഇവിടെ പറഞ്ഞു ഹെർബർട്ട് അല്ലേ, ഹെർബർട്ടാണ് മെമ്മറി ലെവലിൻ്റെ പ്രൊപ്പോണൻറ്റ്. പല എക്സാമിനും എപ്പോഴും ചോദിക്കൊരു ക്വസ്റ്റ്യനാണ് പ്രൊപ്പോണൻറ്റ്, മെമ്മറി ലെവലിൻ്റെ പ്രൊപ്പോണൻ്റ് ആണ്. അപ്പോൾ ഹെർബർട്ടാണ് മെമ്മറി ലെവലിൻ്റെ പ്രൊപ്പോണൻറ്റ്. നമുക്ക് അവിടെ ഇപ്പോൾ 1 മാർക്ക് കിട്ടി. ഇനി മെമ്മറി ലെവൽ എന്ന് പറഞ്ഞാൽ അത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് റീകോൾ ചെയ്യുക, അല്ലെങ്കിൽ മെമ്മറൈസേഷൻ, പഠിച്ച കാര്യങ്ങൾ ഓർക്കുക, കാണാപ്പാഠം പഠിക്കുക, പഠിച്ചത് ഓർത്തെടുക്കുകയൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു മെമ്മറി ലെവലിൽ വരുന്നത്. അവിടെ ലേണർക്ക് വലിയ റോൾ ഉണ്ടാവില്ല, ടീച്ചർക്കാണ് റോൾ ഉണ്ടാവുക. അപ്പോൾ ലേണറുടെ റോൾ അവിടെ പാസീവ് ആയിരിക്കാം, ടീച്ചറുടെ റോൾ അവിടെ ആക്റ്റീവും ആയിരിക്കാം ഉണ്ടായിരിക്കുന്നത്. ഇനി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ റിമെമ്പർ ചെയ്തിട്ട് ഫോർമുലാസൊക്കെ ഡെഫിനിഷൻസൊക്കെ ഓർത്തെടുക്കുക, അതൊക്കെയാണ് അവിടെ മെയിനായിട്ട് വരുന്ന എക്സാമ്പിളുകളായിട്ട് വരുന്നത്. നമുക്കിവിടെ യൂസ് ചെയ്യുന്ന ടൂൾസ് എന്ന് പറഞ്ഞാൽ മെമ്മറി ലെവലിൽ നമ്മൾ ക്ലാസ് റൂമിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഡ്രില്ല് അതൊക്കെ നമ്മൾ മെയിനായിട്ട്, റിവിഷന്, ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ഇവിടെ നമ്മുടെ ഈ മെമ്മറി ലെവലിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂളുകൾ. അപ്പം എക്സാമ്പിളും ടൂളും അതിൻ്റെ പ്രൊപ്പോണൻ്റ് ആരാണെന്ന് വെച്ചാൽ തന്നെ നമുക്ക് ഈ മെമ്മറി ലെവലിൽ നിന്നുള്ള മാർക്കുകൾ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് നോക്കേണ്ടതാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ. ഞാൻ പറഞ്ഞു പ്രൊപ്പോണൻ്റ് UM ആലോചിക്കുക, മോറിസൺ ആണ് അണ്ടർസ്റ്റാൻഡിങ് ലെവലിൻ്റെ മെയിനായിട്ട് വരുന്ന ആൾ. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നേരത്തെ നമ്മൾ കാണാപ്പാഠം പഠിക്കുകയാണെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ചും കൂടി ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് നടത്തുകയാണ്. അവിടെ നമ്മുടെ മെമ്മറി മാത്രമല്ല, ഒരു ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് കൂടി നടത്തുന്ന ഒന്നാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്, കാര്യങ്ങളെ വ്യക്തമായിട്ട് കുറച്ചുകൂടി ക്ലാസ്. അപ്പോൾ മറ്റേത് മെമ്മറൈസോ കുഞ്ഞു കുട്ടികളെ അപ്ലൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ കുറച്ചും കൂടി മിഡ് ഏജ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവിടെ ആക്റ്റീവ് ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെ പഠിക്കുന്ന കുട്ടികളുടെ റോൾ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക, കോൺസെപ്റ്റുകളൊക്കെ നമ്മുടെ ഓൺ വേർഡ്സിൽ നമ്മളൊരു പോയം വായിച്ചിട്ട് അതിനെ സ്വന്തമായിട്ട് എഴുതാൻ വേണ്ടി പറയുക, കമ്പയർ ചെയ്ത് ഡിസ്ക്രിപ്ഷൻസ് എഴുതാൻ പറയുക, അതൊക്കെയാണ് ഈ ഒരു കാര്യത്തിൽ പറയുന്നത്. അപ്പോൾ മെമ്മറി ലെവൽ മാത്രമല്ല, എന്ത് വരുന്നുണ്ട്, ഒരു ഇൻസൈറ്റ്ഫുൾ തിങ്കിങ് വരുന്നുണ്ട്. അതാണ് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ വരുന്നത്. ഇനി ലാസ്റ്റ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് വരുന്ന ഒന്നാണ് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. ഈ റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് കൊണ്ടുവന്നത് ഹണ്ട് എന്ന് പറഞ്ഞ ആൾ, RH എന്ന് പഠിക്കുക, ഹണ്ട്. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി ഹൈ ലെവൽ ഓഫ്, ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഹൈ ലെവൽ ഓഫ് ടീച്ചിങ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറയുന്നത് ഹൈ ലെവൽ ഓഫ് ടീച്ചിങ് ആയിരിക്കാം. അത് മെയിനായിട്ട് ഒരു പ്രോബ്ലം സോൾവിങ് കാര്യങ്ങൾ, ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെയാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ലേണറുടെ റോള് ഹൈലി ആക്റ്റീവും ലേണർ ക്രിയേറ്റീവും ആയിരിക്കാം. എക്സാമ്പിൾ തിയറീസ് അപ്ലൈ ചെയ്യുക, റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ തിയറീസ് അപ്ലൈ ചെയ്യാം, ഒരു പ്രോബ്ലംസ് ഉണ്ടാക്കിയിട്ട് തനിയെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക, ഇതൊക്കെയാണ് മെയിനായിട്ട് റിഫ്ലക്റ്റീവ് ലെവൽ. ഒരു ഇൻട്രോസ്പെക്റ്റീവ് ലെവലാണ്. ചിലപ്പോൾ എക്സാമിന് ഇങ്ങനെയും ചോദിക്കാം, ഒരു ഇൻട്രോസ്പെക്റ്റീവ് ലെവലാണ് നമ്മുടെ ഈ ഒരു റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറഞ്ഞൊരു ഇൻട്രോസ്പെക്റ്റീവ്. ഓക്കെ, ഇതാണ് നമ്മുടെ 3 ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് നോക്കേണ്ടത് ക്യാരക്ടറൈസ്റ്റിക്സ്. ഒരു പഠിക്കുന്ന പഠിതാവിന് വേണ്ട ക്യാരക്ടറൈസ്റ്റിക്സ് എന്തൊക്കെയാണ്? അത് നമുക്ക് മെയിനായിട്ട് നമ്മുടെ ബ്ലൂംസ് ടാക്സോണമി പഠിക്കാനുണ്ട്. നമ്മുടെ ബ്ലൂംസ്
ടാക്സോണമി. നമ്മൾ അതിൽ കൂടുതൽ ഡിസ്കസ് ചെയ്ത് പറയുന്നുണ്ടാവും. എന്നാലും ഇവിടെ ശ്രദ്ധിക്കുക 3 കാര്യങ്ങൾ: കൊഗ്നിറ്റീവ്, എഫക്റ്റീവ്, സൈക്കോമോട്ടോർ. അത് കൂടാതെ വന്നതാണ് സോഷ്യലും ഇൻഡിവിജ്വൽ ഡിഫറൻസസുകളും. അപ്പോൾ കൊഗ്നിറ്റീവ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻസ്, അറ്റൻഷന്, മെമ്മറി, ഇതൊക്കെ ഡീൽ ചെയ്യുന്ന ഒന്നാണ് കൊഗ്നിറ്റീവ് ലെവൽ. എഫക്റ്റീവിക്ക് വരുമ്പോൾ നമ്മളെ ഇമോഷൻസുകൾ, ആറ്റിറ്റ്യൂഡ്, മോട്ടിവേഷന്, ഇൻട്രസ്റ്റ് ഒക്കെയാണ് മെയിനായിട്ട് അഫക്റ്റീവ് ലെവൽ ഡീൽ ചെയ്യുന്നത്. സൈക്കോമോട്ടോറിക്ക് വരുമ്പോൾ കുറച്ചുകൂടി സ്കിൽഫുള്ളായി മാനിപ്പുലേഷൻസ് മൂലം നമ്മൾ സ്കില്ലുകളെ കോർഡിനേറ്റ് ചെയ്യുക, അതൊക്കെയാണ് മെയിനായിട്ട് വരിക. സോഷ്യലിക്ക് വന്നപ്പോൾ സൊസൈറ്റിയുമായിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷൻസ്, പീർ റിലേഷൻഷിപ്പ്, കമ്മ്യൂണിക്കേഷൻസ് അവിടെ ബിൽഡ് ചെയ്ത് വരണം ലേണറിൻ്റെ ഒരു ഫീച്ചറായിട്ട്. പിന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് നമുക്കറിയാം ഈച്ച് ലേണർ ഈസ് യൂണീക്ക്. ഓരോ കുട്ടികളും യൂണീക്കാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽസുകൾ വേണം ക്ലാസ് റൂമിൽ ടീച്ചർ അവിടെ ഇൻവോൾവ് ചെയ്ത് കൊണ്ടുവരാൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ഇതൊക്കെ ലേണറുടെ ഫീച്ചേഴ്സാണ്. ഈ ലേണറുടെ ഫീച്ചേഴ്സ് ഒരു ടീച്ചർ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇനി മെത്തേഡ് ഓഫ് ടീച്ചിങ്, നമുക്ക് കുറച്ച് ടീച്ചിങ്ങിൻ്റെ കുറച്ച് മെത്തേഡുകൾ പഠിക്കാനുണ്ട്. എന്തൊക്കെയാണ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് എന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു 3 തരത്തിലുള്ള മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ് അറിയേണ്ടത്. നമുക്ക് ഒരു ട്രഡീഷണൽ, മോഡേൺ, അങ്ങനെ അത് രീതിയിൽ ടീച്ചിങ് മെത്തേഡ് ഉണ്ട്. അതിൽ തന്നെ ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡ് ഉണ്ട്. അതായത് ടീച്ചറെ മാത്രം ഫോക്കസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ടീച്ചർ ലെക്ചറിങ് നടത്തുക, ഡെമോൺസ്ട്രേഷൻസ് കൊടുക്കുക. ടീച്ചറാണ് അവിടെ, ടീച്ചറുടെ കാര്യങ്ങൾ, ടീച്ചർക്കായിരിക്കാം അവിടെ മെയിൻ റോൾ ഉണ്ടായിരിക്കും. ടീച്ചറാണ് അവിടുത്തെ മെയിൻ റോൾ. അതാണ് ടീച്ചർ സെൻറ്റേർഡ്. ഒരു കുറച്ചും കൂടി ഒരു പണ്ട് മുതലേ ഫോളോ ചെയ്യുന്ന ഒന്നാണ് ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡ്. ഇനി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് അല്ലെങ്കിൽ ലേണർ സെൻറ്റേർഡ് മെത്തേഡ്. പഠിക്കുന്ന പഠിതാവിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊണ്ടുവരുന്ന ഒന്നാണ് ലേണർ സെൻറ്റേർഡ് മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് ഡിസ്കഷനുകൾ ഉണ്ടാവാം, പ്രൊജക്റ്റ്, പ്രോബ്ലം സോൾവിങ്, ഇതൊക്കെയാണ് നമ്മൾ ലേണർ സെൻറ്റേർഡ് മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ വരുന്നതാണ് ഇൻറ്ററാക്റ്റീവ് മെത്തേഡ്സ്. ടീച്ചറിനും കുട്ടികളെല്ലാവരും കൂടി ഇൻറ്ററാക്റ്റീവായിട്ട് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ക്ലാസ് റൂമിൽ ഗ്രൂപ്പ് ഡിസ്കഷനുകൾ നടത്തുന്നത്, റോൾ പ്ലേ, ഡെമോൺസ്ട്രേഷൻസ്, ബ്രെയിൻ സ്റ്റോമിങ്, ഇതൊക്കെയാണ് ഇൻറ്ററാക്റ്റീവ് മെത്തേഡ്സിൽ വരുന്നത്. ഇനി ലാസ്റ്റ്, ഇന്നത്തെ ഒരു പുതിയ യുഗത്തിൽ വരുന്ന ഒന്നാണ് മോഡേൺ അപ്രോച്ചുകൾ. ICT ബേസ് ചെയ്ത് ക്ലാസ്സുകൾ എടുക്കുക, ബ്ലെൻഡഡ് ക്ലാസ് റൂമുകൾ, ഫ്ലിപ്പ്ഡ് ക്ലാസ് റൂം, അങ്ങനെ ടെക്നോളജിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് മോഡേൺ അപ്രോച്ച്. ഇപ്പോഴത്തെ ഒരുവിധം ക്ലാസ് റൂമുകളും സ്കൂളുകളെല്ലാം മെയിനായിട്ട് ഈ ഒരു അപ്രോച്ചുകൾ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. മെത്തേഡ് ഓഫ് ടീച്ചിങ് പഠിച്ചു നമ്മൾ. പിന്നെ ലേണറിൻ്റെ പ്രത്യേകതകൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. പിന്നെ നമ്മുടെ റിഫ്ലക്റ്റീവ് ലെവൽ, 3 ലെവൽ, റിഫ്ലക്റ്റീവ് ലെവൽ, മെമ്മറി ലെവലും, അതേപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ലെവലും റിഫ്ലക്റ്റീവ് ലെവലും നമ്മൾ പഠിച്ച്, പിന്നെ അതേപോലെ തന്നെ മെയിനായിട്ട് ലേണറിൻ്റെ പ്രത്യേകതകൾ അടങ്ങിയിട്ട് ഒരു മീനിങ്, ഒരു ഇൻട്രൊഡക്ഷൻ എന്താണെന്നൊക്കെ പഠിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഫസ്റ്റ് സീരീസ് വീഡിയോ എന്ന് പറയുന്നത്. ബാക്കി വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉടൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഉപകാരപ്രദമാകുമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.